എല്ലാവർക്കും പഠിപ്പുര മാത്സ് ട്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് 5ാം ക്ലാസ് ഗണിതത്തിലെ ആദ്യത്തെ ചാപ്റ്ററായ വരകളും വട്ടങ്ങളും. ഈ പാഠഭാഗത്ത് കുറച്ച് ചിത്രങ്ങൾ വരയ്ക്കാനാണ് ഉള്ളത്. ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒന്ന് ഈ മട്ടവും മറ്റൊന്ന് ഈ സ്കെയിൽ. സ്കെയിൽ പൊതുവെ എല്ലാവർക്കും പരിചയമുണ്ടാവും അല്ലേ? 1ാം ക്ലാസ് മുതൽ 4 വരെ നമുക്ക് എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ സ്കെയിൽ കൊണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് അത്ര ആർക്കും പരിചയം ഉണ്ടാവില്ല. പക്ഷെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ആർക്കും ഇതിങ്ങനെ കൈകാര്യം ചെയ്തിട്ട് അറിയില്ല. ഇതിൻ്റെ പേരാണ് മട്ടം. ഇംഗ്ലീഷ് പേരാണ് സെറ്റ് സ്ക്വയർ എന്ന് പറയും. എന്താണ് സെറ്റ് സ്ക്വയർ? ഇതിന് കുറച്ച് അളവുകളുണ്ട്. 5ാം ക്ലാസ്സിൽ അളവ് ഉപയോഗിച്ച് വരയ്ക്കാനൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറയാം. ഇതിന് അളവ് സൂചിപ്പിക്കുന്നത് ഡിഗ്രിയിലാണ്. ഇത് 60 ഡിഗ്രി, ഇത് 30 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. നമ്മൾ 90 ഡിഗ്രി മട്ടം ഉപയോഗിക്കുന്നത് ഇങ്ങനെ വെച്ചിട്ടാണ്. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ 90 ഡിഗ്രി രേഖപ്പെടുത്തുന്നത്. ഇനി ഈ മട്ടവും ഈ സ്കെയിലും ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഈ ചതുരം വരക്കണം. ഞാൻ ഇവിടെ ഒരു ചതുരം വരച്ച് വെച്ചിട്ടുണ്ട്. താഴത്തെ മുകളിലത്തെ സൈഡ് എത്രയാണ്? വശം നടന്നത് 5 സെന്റിമീറ്ററും ഓപ്പോസിറ്റ് സൈഡ് മറുവശം നടന്നത് എത്രയാണ്? 3 സെന്റിമീറ്ററും ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? താഴത്തെ വശം ആദ്യം വരക്കാം. ആദ്യം എന്ത് ചെയ്യണം? ഒരു ലൈന് വരക്കുക. ആദ്യം ഒരു ലൈന് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പോയിന്റ് എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങാം. എത്രയാണോ പോയിന്റ് തന്നിട്ടുള്ളത് അത് ഈ വരയിൽ എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങാം. ഞാനിപ്പം ഇത് 5 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുന്നത്. കണ്ടോ? ഇവിടുന്ന് ഇവിടെ വരെ ഒരു 5 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മട്ടം ഉപയോഗിച്ച് നമുക്കറിയാം കുത്തനെയാണല്ലോ ഈ വരെയുള്ളത്. ഈ മട്ടം ഉപയോഗിച്ച് ഇവിടെ ഒരു പോയിന്റ് ഇട്ടത് കണ്ടോ? ഇവിടെയാണ് ഞാൻ ഇട്ട പോയിന്റ്. ഈ പോയിന്റിൽ എന്ത് ചെയ്യണം? ഇതിങ്ങനെ ചേർത്ത് വെക്കുക. വരക്ക് നേരെയായിട്ട് ലംബമായിട്ട് ഈ പോയിന്റ് ചേർത്ത് വെച്ചതിന് ശേഷം ഈ സ്കെയില് ഇവിടെ മുട്ടിച്ച് വെക്കുക. കണ്ടോ? അതിനുശേഷം ഇത് മാറ്റുക. ഇത് മാറ്റി വെച്ചതിന് ശേഷം ഇവിടേക്ക് ഒരു വര വരക്കുക. നേരെ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ എന്താ പറയാ, ലംബം. ഈ വരക്ക് ലംബമായി ഒരു നേർരേഖ വരക്കുക. അതിനുശേഷം ഇതേപോലെ തന്നെ ഈ മൂല ഇങ്ങനെ ചേർത്ത് വെക്കുക. കണ്ടോ? ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം ഈ സ്കെയില് ഇവിടെ വെക്കുക. കണ്ടോ? ഇതിന് ഈ സെറ്റ് സ്ക്വയർ മട്ടത്തിന് മുട്ടിച്ച് വെക്കുക. അതിനുശേഷം ഈ മട്ടം മാറ്റി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇങ്ങോട്ട് വരാ ചേർത്ത് വെക്കുക. കുറച്ച് മാറിപ്പോയി പോയിന്റ്. ഒന്നുകൂടെ ഈ മട്ടം വെച്ച് കറക്റ്റ് ചെയ്തതിന് ശേഷം സ്കെയില് ചേർത്ത് വെച്ചിട്ട് മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം പോയിന്റ് ചേർത്ത് വെക്കുക. കണ്ടോ? ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാല് നമുക്കറിയാം ഇത് എത്ര സെന്റിമീറ്റർ ആണ്? 5 സെന്റിമീറ്റർ അല്ലേ? ഈ സൈഡോ 3 സെന്റിമീറ്റർ. ഈ സ്കെയില് ഈ പോയിന്റിലേക്ക് 3 സെന്റിമീറ്റർ കറക്റ്റായി വെക്കുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക? പോയിന്റ് അടയാളപ്പെടുത്തുക. അതേപോലെ തന്നെ ഇവിടെയും 3 സെന്റിമീറ്റർ കറക്റ്റായി വെക്കുക. അതിനുശേഷം ഇവിടെ പോയിന്റ് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതിങ്ങനെ ചേർത്ത് ചേർത്തൊരു പോയിന്റ്, ഒരു വര, ചേർത്തൊരു വര വരച്ച് നോക്കാം. ഓക്കെ, എന്നിട്ട് എന്താ നോക്കിയേ? ഇത് 5 സെന്റിമീറ്റർ അല്ലേ പറഞ്ഞത്? ഇത് കൃത്യം 5 സെന്റിമീറ്റർ ഉണ്ട്. ഇത് എത്ര തന്നെയുണ്ട്? കൃത്യം 5 സെന്റിമീറ്റർ ഉണ്ട്. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഒരു ചതുരം വരക്കുന്നത്. മട്ടവും സ്കെയിലും ഉപയോഗിച്ചിട്ട് ഒരു ചതുരം വരക്കുന്നത്. ബാക്കിയുള്ള വരകൾ എന്ത് ചെയ്യാം? ഇറൈസർ ഉപയോഗിച്ച് അല്ലെങ്കിൽ റബ്ബർ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? മായ്ച്ച് കളയാം. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഒരു ചതുരം വരക്കുന്നത്. ഇനി അടുത്ത ചിത്രം ഒന്നുകൂടെ നോക്കാം. വേറൊരു ചിത്രം നോക്കിയാലോ നമുക്ക്? എങ്ങനെയാന്ന് വെച്ചാല്
ചിത്രം ഞാൻ ആദ്യം വരച്ചാൽ എങ്ങനെയാണ് ചിത്രം ഉള്ളത്. ഇങ്ങനെയാണ് ചിത്രം ഉള്ളത്. കണ്ടോ? ഇത് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. ഇത് 3 സെന്റിമീറ്റർ ആണ്. ഇതും 3 സെന്റിമീറ്റർ ആണ്. ഇത് 5 സെന്റിമീറ്റർ ആണ് അല്ലേ? ഇനി നോക്കാം ഈ ചിത്രം എങ്ങനെയാണ് വരക്കുന്നത്. ആദ്യം എന്ത് ചെയ്യുക? നേരത്തെ വരച്ച പോലെ തന്നെ എന്ത് ചെയ്യുക? ഒരു വര ഇങ്ങനെ വരക്കുക. കണ്ടോ? ഒരു വര ഇങ്ങനെ വരക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? ഇതിലൊരു പോയിന്റ് അടയാളപ്പെടുത്തി കൊടുക്കണം. ഓക്കെ, എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് തുടങ്ങാം. ഞാൻ ഇവിടെ തൊട്ട് ഇവിടെ വരെ 5 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി. അതിനുശേഷം ഈ മട്ടം ഉപയോഗിച്ച് ഇങ്ങനെയല്ലേ ചെരിവുള്ളത്? ഇങ്ങനെയാണ് ചെരിവുള്ളത്. അപ്പൊ ഈ സൈഡാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഇങ്ങനെയാണ് ചെരിവുണ്ടായത് കൊണ്ട് ഈ സൈഡ് ഉപയോഗിച്ചിട്ട് ഈ കോർണറ് ഈ പോയിന്റിലേക്ക് നേരെയാക്കി വെക്കുക. കണ്ടോ? മുട്ടിച്ച് വെച്ചത് കണ്ടോ? വരക്ക് ലെവലായിട്ട് മുട്ടിച്ച് വെച്ചു. അതിനുശേഷം ഈ സ്കെയിൽ എടുത്ത് എന്ത് ചെയ്യണം? ഇതിനെ അടുപ്പിച്ച് വയ്ക്കുക. കണ്ടോ? സ്കെയിൽ പിന്നെ അനങ്ങാൻ പാടില്ല. പതുക്കെ ഇത് മാറ്റി വെക്കുക. അതിനുശേഷം ഈ പോയിന്റിലേക്ക് ഒരു വര ഇങ്ങനെ നീട്ടി വരച്ചു കൊടുക്കുക. വരച്ചില്ലേ? അതേപോലെ തന്നെ ഇവിടെയും ഈ പോയിന്റിലേക്ക് ഈ സെറ്റ് സ്ക്വയർ അല്ലെങ്കിൽ മട്ടം ഇങ്ങനെ ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചതിന് ശേഷം ഈ സ്കെയിൽ എടുത്ത് ഇതിന് ചെരിഞ്ഞ് ചേർത്ത് വെക്കുക. കണ്ടോ? അതിനുശേഷം ഇത് മാറ്റി വെക്കുക. ഇവിടെ ഒരു വര ഈ പോയിന്റിലേക്ക് വരച്ചു കൊടുക്കുക. കണ്ടോ? നമുക്കറിയാം ഇത് എത്ര സെന്റിമീറ്റർ ആണ്? 5 സെന്റിമീറ്റർ. നമുക്ക് ഇങ്ങോട്ട് എത്രയാ വേണ്ടത്? 3 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഈ സ്കെയിൽ ഉപയോഗിച്ച് 3 സെന്റിമീറ്റർ ഈ പോയിന്റിലേക്ക് 3 സെന്റിമീറ്റർ നേരെ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ പോയിന്റിലേക്ക് നേരെ ചെരിച്ച് വെച്ചിട്ട് ഇവിടെയും എന്ത് ചെയ്യുക? ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. അതിനുശേഷം എന്ത് ചെയ്യണം? ഈ പോയിന്റുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുക. കണ്ടോ? കൂട്ടിമുട്ടിച്ചു. ഇനി നോക്കിയേ, ബാക്കിയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യണം? മായ്ച്ച് കളയാം. ബാക്കിയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യാം? മായ്ച്ച് കളയാം. നോക്കിക്കോ, ഇത് എത്ര സെന്റിമീറ്റർ ആണ്? ഇത് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ അല്ലേ? അതേ നോക്കിയേ, കൃത്യം 5 സെന്റിമീറ്റർ ഉണ്ട്. കണ്ടോ? കൃത്യം 5 സെന്റിമീറ്റർ. അപ്പൊ ഇത് 5 സെന്റിമീറ്റർ ആണ്. ഇതും 5 സെന്റിമീറ്റർ. അത് എത്രയാണ്? 3 സെന്റിമീറ്റർ. ഇതും എത്ര തന്നെയാണ്? 3 സെന്റിമീറ്റർ ആണ്. മനസ്സിലായില്ലേ എങ്ങനെയാണ് ഈ ചിത്രം വരക്കേണ്ടതെന്ന്? ബാക്കി ഭാഗങ്ങൾ എന്ത് ചെയ്താൽ മതി? മായ്ച്ചാൽ മതി. മായ്ച്ചിട്ട് നോക്കിയാൽ മതി. അളവ് കൃത്യമായിരിക്കണം. എന്നാലേ ഇങ്ങനെ ശരിക്കും നമുക്ക് ചിത്രം കിട്ടുകയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഈ ചിത്രം വരക്കുന്നത് എങ്ങനെ മനസ്സിലായില്ലേ? മട്ടം എങ്ങനെ വെക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഇനി ഒന്നുകൂടെ വേറൊരു ചിത്രം കൂടി വരച്ചു നോക്കാം. ഇനി വരക്കുന്ന ചിത്രം എങ്ങനെയാന്ന് വെച്ചാല് ആദ്യം ഇവിടെ 2 സെന്റിമീറ്റർ വരച്ചു. എന്നിട്ടോ നേരത്തെ ചെരിവിൽ തന്നെ ഇങ്ങോട്ട് വരച്ചു. ഇത് കൃത്യ അളവല്ല. ഈ ഷേപ്പ് എങ്ങനെയാണെന്ന് വരുന്നതെന്ന് കാണിച്ചു തരിക. ഇങ്ങനെ ഒരു ചിത്രമാണ് വരക്കുന്നത്. ഇത് 5 സെന്റിമീറ്റർ ആണ്. ഇത് 3 സെന്റിമീറ്റർ. ഇതും 3 സെന്റിമീറ്റർ ആണ് അല്ലെ? ഇങ്ങനെ ചിത്രം വരക്കണം. എന്നുപയോഗിച്ച് മട്ടവും സ്കെയിലും ഉപയോഗിച്ച്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം ഇങ്ങനെ ഒരു നേർരേഖ വരച്ചു. കണ്ടോ? ഇങ്ങനെ ഒരു നേർരേഖ വരച്ചു. അതിനുശേഷം ഇവിടെ എത്ര എടുത്തു നമ്മൾ? 5 അല്ലെ? 5 സെന്റിമീറ്റർ. ഇഷ്ടമില്ലെടുത്ത് നമുക്ക് പോയിന്റ് ചെയ്യാം. എത്ര വേണമെന്ന് വര നീട്ടി വരക്കാം. ബാക്കിയുള്ള ഭാഗം മായ്ച്ചു കളഞ്ഞാൽ മതി. 5 സെന്റിമീറ്റർ എടുത്തു. അതിനുശേഷം എന്ത് ചെയ്യണം? ഈ മട്ടം ഉപയോഗിച്ച് ഇത് ചെരിവല്ലേ? അപ്പൊ ഈ ചെരിഞ്ഞ ഭാഗമാണ് വെക്കേണ്ടത്. അപ്പൊ ഈ കോർണർ ഈ പോയിന്റിൽ വെച്ചു. കണ്ടോ? ഈ കോർണർ ഈ പോയിന്റിൽ പൊട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിന്ദുവിൽ പൊട്ടിച്ചു വെച്ചു. അതിനുശേഷം ഈ സ്കെയില് ഇങ്ങനെ ചെരിച്ചു വെച്ച് കൊടുത്തു. ഇത് മെല്ലെ പതുക്കെ മാറ്റുക. ഇങ്ങോട്ട് നീട്ടി വെച്ചു. കണ്ടോ? ഇനി അതേപോലെ തന്നെ ഇതെങ്ങോട്ടാണ്? ഇങ്ങോട്ടല്ലേ ചെരിവുള്ളത്? ഇത് ഇങ്ങോട്ടാ ചെരിവുള്ളത്. ഇത് ഇങ്ങനെയാണ് ചെരിവുള്ളത്. അപ്പൊ ഇതെങ്ങനെ വെക്കണം? ഇങ്ങനെ വെക്കണം. കണ്ടോ? ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ പോയിന്റിലേക്ക് ഇങ്ങനെ മുട്ടിച്ചിട്ട് വെക്കുക.
കണ്ടോ? അതിനുശേഷം കുറച്ച് ഇപ്പുറത്ത് വെക്കുക. ഈ പോയിന്റ് ഇങ്ങനെ സ്കെയിൽ മുട്ടിച്ച് വെച്ചില്ലേ? എന്നിട്ട് ഇവിടത്തേക്ക് ഒരു വര വരച്ചു. കണ്ടോ? ഇവിടത്തേക്ക് ഒരു വര വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ വരയിലേക്ക് ഇതിങ്ങനെ കൂട്ടിമുട്ടിക്കാം. നമുക്ക് അളവ് തന്നിട്ടുണ്ടല്ലേ? അപ്പൊ ആ അളവ് വെച്ചിട്ട് തന്നെ നമുക്ക് വര വരച്ചാലോ? ഇത് വായിച്ചിട്ട് എത്ര 3 സെന്റിമീറ്റർ അല്ലേ തന്നത്? ആ അളവിൽ തന്നെ വരക്കാം. ഇതിൽ 3 സെന്റിമീറ്റർ എടുക്കാം. നോക്കിയേ, 3 സെന്റിമീറ്റർ വെച്ചു. ഇവിടെയാണല്ലേ പോയിന്റുകളില്? അതേപോലെ തന്നെ ഇവിടെയും എത്ര എടുത്തു? 3 സെന്റിമീറ്റർ എടുത്തു. അപ്പോൾ എന്നിട്ട് ഈ പോയിന്റിലേക്ക് ഇങ്ങനെ ചേർത്ത് വരച്ചു. കണ്ടോ? കണ്ടോ? ഈ ഒരു ഷേപ്പ് കിട്ടിയില്ലേ? ബാക്കിയുള്ള ഭാഗം നമുക്ക് എന്ത് ചെയ്യാം? മായ്ച്ച് കളയാം. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്ത് 3 സെന്റിമീറ്റർ ആണ്. ഇതും 3 സെന്റിമീറ്റർ ആണ്. ഈ വശം 3 സെന്റിമീറ്റർ ആണ്. താഴത്തത് 5 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഷേപ്പുള്ള ഒരു ചിത്രം കൂടെ വരച്ചു. ഇനി നമുക്ക് ഇതൊന്ന് നീട്ടി വരച്ചാലോ? ഈ വരയും ഈ വരയൊന്ന് നീട്ടി വരച്ചാലോ? എന്ത് കിട്ടുന്നു നോക്കാം. അപ്പൊ ഇതൊന്ന് മായ്ക്കാം ജസ്റ്റ്. എന്നിട്ട് ഈ വര ഒന്ന് നീട്ടി വരച്ചാൽ നോക്കിയേ, ഈ മട്ട ഇങ്ങനെ വെച്ചു കൊടുത്തു അല്ലേ? ഈ പോയിന്റിൽ തന്നെ മട്ടം വെച്ചു കൊടുത്തു. അതിനുശേഷം സ്കെയിൽ എടുത്തു. ഈ സ്കെയിൽ എടുത്തിട്ട് ഇങ്ങനെ വെച്ചു. എന്നിട്ടോ നീട്ടി വരച്ചു. കണ്ടോ? അതേപോലെ തന്നെ ഈ സൈഡും എന്ത് ചെയ്യാം? മട്ടം ഈ മൂല ഇങ്ങനെ കയറ്റി വെച്ചിട്ട് എന്ത് ചെയ്തു? ഈ സ്കെയില് ഇവിടെ ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്തു. അതിനുശേഷം ഈ പോയിന്റ് നേരെ വെച്ചിട്ട് സ്കെയിൽ ഒത്തിരി ചേർത്ത് കൊടുക്കണേ, അല്ലെങ്കിൽ എന്തായി മാറിപ്പോകും. അതിനുശേഷം ഓക്കെ, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം. എന്ത് കിട്ടി നമുക്കിപ്പോ? ഈ ചിത്രം കാണുമ്പോൾ എന്ത് തോന്നുന്നേ അല്ലേ? ഈ ചിത്രം എല്ലാവർക്കും എന്താണ് പരിചയമുള്ളൊരു ചിത്രമായിരിക്കും അല്ലേ? എന്ത് ചിത്രം? ഇതൊരു ത്രികോണം അല്ലേ? ഇതെന്താണ്? ത്രികോണമാണ്. നമുക്കിപ്പോ എന്താ ലഭിച്ചത്? ത്രികോണം. അപ്പോ ഈ മട്ടവും ഈ സ്കെയിലും ഉപയോഗിച്ച് ഇപ്പൊ നമ്മൾ 3 തരത്തിലുള്ള ചിത്രം വരച്ചു അല്ലേ? എന്തൊക്കെ വരച്ചു? ഒരു ചതുരം വരച്ചു, പിന്നെ എതിർവശങ്ങൾ തുല്യമായ ഒരു സാമാന്തരികം വരച്ചു, ഇപ്പൊ ഒരു ത്രികോണം വരച്ചു, വേറൊരു ഷേപ്പിലുള്ള ചിത്രം വരച്ചു. മനസ്സിലായില്ലേ? നന്നായി ക്ലാസ് നന്നായി വാച്ച് ചെയ്താൽ മാത്രമേ ഇത് എങ്ങനെയെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് സ്കിപ്പ് ചെയ്ത് പോയാലൊന്നും ഇതറിയില്ല. കാരണം ഇത് വെക്കുന്ന രീതിയെല്ലാം പഠിച്ചിരിക്കണം, സ്കെയിൽ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് പഠിച്ചിരിക്കണം, നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ക്ലാസ് കാണാം. എന്നാൽ ഈസിയായി നമുക്ക് എന്ത് ചെയ്യാം? ചിത്രം വരക്കാം. ബാക്കി ഭാഗം അടുത്ത പാട്ടിൽ കാണാം. നന്ദി, നമസ്കാരം.